മെസോപ്പൊട്ടേമിയ എന്നത് രണ്ട് നദികളുടെ ഇടയിലെ ഭൂമി എന്നാണ് അർത്ഥം. ഈ രണ്ട് നദികൾ ടൈഗ്രിസ് നദിയും യൂഫ്രേറ്റിസ് നദിയുമാണ്. ഈ നദികളുടെ ഇടയിലുള്ള മണ്ണ് വളരെ സമൃദ്ധമായിരുന്നു. അതിനാൽ മനുഷ്യർ ആദ്യം ഇവിടെ താമസം തുടങ്ങി. ഇന്നത്തെ ഇറാഖ് പ്രദേശം, സിറിയയുടെ ഭാഗങ്ങൾ, തുർക്കിയുടെ തെക്കൻ ഭൂമി ഇവയെല്ലാം ചേർന്നാണ് പുരാതന മെസോപ്പൊട്ടേമിയ എന്ന ഭൂമി. ഏകദേശം ക്രി. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ നദികളുടെ തീരങ്ങളിൽ ചെറിയ ഗ്രാമങ്ങൾ രൂപപ്പെട്ടു. കൃഷിക്കായി ആളുകൾ ഒരുമിച്ച് താമസിച്ചു. ഈ ഗ്രാമങ്ങളിൽ നിന്ന് ആദ്യത്തെ വലിയ നാഗരികത ഉയർന്നു. ഈ ആദ്യ നാഗരികതയെ സുമേറിയൻസ് എന്ന് വിളിക്കുന്നു. സുമേറിയൻസ് മനുഷ്യചരിത്രത്തെ മാറ്റിമറിച്ച നിരവധി കണ്ടുപിടുത്തങ്ങൾ ചെയ്തു. അവർ കണ്ടുപിടിച്ചത് ലോകത്തിലെ ആദ്യ എഴുത്താണ്. ഈ എഴുത്തിനെ ക്യൂനിഫോം എന്ന് വിളിക്കുന്നു. അവർ മണ്ണിൽ ഉണ്ടാക്കിയ ക്ലേ ടാബ്ലറ്റുകളിൽ മുളത്തി ആകൃതിയിലുള്ള അടയാളങ്ങൾ കൊത്തിയിരുന്നു. ഇതാണ് ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട രേഖകൾ. ചരിത്രത്തിന്റെ രേഖപ്പെടുത്തൽ ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. സുമേറിയൻസ് ചക്രവും ഉപയോഗിച്ചു. ഗണിതത്തിന്റെ അടിസ്ഥാനങ്ങളും അവർ വികസിപ്പിച്ചു. നഗരങ്ങൾ പ്രോപ്പർ ആയി ആസൂത്രണം ചെയ്തു. വലിയ സിക്റാത്ത് ക്ഷേത്രങ്ങൾ അവർ നിർമ്മിച്ചു. ഉറുക്ക് നഗരം സുമേറിയൻ സംസ്കാരത്തിന്റെ ഹൃദയമായിരുന്നു. ഉർ നഗരം വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. ലാഗാഷ് നഗരവും ശക്തമായ ഭരണകേന്ദ്രമായിരുന്നു. പിന്നീട് സുമേറിയൻ നഗരരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ടായി. അപ്പോഴാണ് അക്കാഡിയൻസ് ഉയർന്നു വന്നത്. അവരുടെ രാജാവ് സർഗോൺ ഓഫ് അക്കാഡ് ആയിരുന്നു. സർഗോൺ ലോകത്തിലെ ആദ്യ സാമ്രാജ്യം നിർമ്മിച്ചു. അക്കാഡിയൻ സാമ്രാജ്യം വളരെയധികം ശക്തമായി. മെസോപ്പൊട്ടേമിയ മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലായി. പക്ഷേ കാലക്രമത്തിൽ അക്കാഡിയൻസ് ക്ഷയിച്ചു. അതിനുശേഷം ഉയർന്നവരാണ് ബാബിലോണിയൻസ്. അവരുടെ പ്രശസ്തനായ രാജാവ് ഹമ്മുറാബിയാണ്. ഹമ്മുറാബി തയ്യാറാക്കിയ നിയമം ഹമ്മുറബീസ് കോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യ നിയമസംഹിതയിലെ ഒന്നാണ് അത്. ബാബിലോൺ നഗരം അത്യന്തം സമ്പന്നമായിരുന്നു. അവിടെ നിർമ്മിച്ച ഹാങ്കിങ് ഗാർഡൻസ് ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ്. അതിനുശേഷം അസീരിയൻ സാമ്രാജ്യം ശക്തമായി വളർന്നു. അസീരിയൻസിന് വളരെയധികം ശക്തമായ സൈന്യമുണ്ടായിരുന്നു. ഇരുമ്പ് ആയുധങ്ങൾ അവർ ആദ്യം ഉപയോഗിച്ചു. നൈനിവേ നഗരം അസീരിയൻ ഭരണത്തിന്റെ കേന്ദ്രമായിരുന്നു. പിന്നീട് അസീരിയമാകെ തകർന്നു. അതിനുശേഷം വീണ്ടും ബാബിലോൺ ഉയർന്നു. ഇത് ന്യൂ ബാബിലോണിയൻ കാലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലെ വലിയ രാജാവ് നെബൂഖദ്നേസർ രണ്ടാമനാണ്. അവൻ ബാബിലോൺ നഗരം പുനർനിർമ്മിച്ചു. വലിയ മതിലുകളും കൊട്ടാരങ്ങളും നിർമ്മിച്ചു. പിന്നീട് പെർഷ്യൻ സാമ്രാജ്യം ശക്തിയായി ഉയർന്നു. പെർഷ്യൻ രാജാവ് സൈറസ് ദി ഗ്രേറ്റ് ബാബിലോണിനെ കീഴടക്കി. അതോടെ മെസോപ്പൊട്ടേമിയയുടെ സ്വതന്ത്ര നാഗരികതയുമുള്ള കാലം അവസാനിച്ചു. മെസോപ്പൊട്ടേമിയ ലോകത്തിന് നൽകിയ സംഭാവനകൾ അതുല്യമാണ്. എഴുത്തിന്റെ ജനനം ഇവിടെയാണ്. നിയമങ്ങളുടെ രൂപം ഇവിടെ നിന്നാണ്. ചക്രം ഇവിടെയാണ് കണ്ടുപിടിച്ചത്. കൃഷിയും ജ്യോതിശാസ്ത്രവും ഗണിതവും ഇവിടെയാണ് വളർന്നത്. ഇന്നത്തെ മെസോപ്പൊട്ടേമിയയുടെ ഭൂമി ഇറാഖിലാണ്. പഴയ നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ കാണാം. മണ്ണിനടിയിലെ ഈ അവശിഷ്ടങ്ങൾ മനുഷ്യചരിത്രത്തിന്റെ ആദ്യ പേജുകളാണ്. മെസോപ്പൊട്ടേമിയ ഒരു നാഗരികത മാത്രമല്ല, ഇത് മനുഷ്യന്റെ സംസ്കാരത്തിന്റെ തുടക്കമായിരുന്നു. നഗരങ്ങളുടെ ജനനം ഇവിടെ നിന്നാണ്. എഴുത്തിന്റെ പിറവി ഇവിടെ നിന്നാണ്. നിയമങ്ങളുടെ ആദ്യ രൂപം ഇവിടെ ഉണ്ടായതാണ്. ലോകത്തിന്റെ ആദ്യ വലിയ നാഗരികത, മനുഷ്യന്റെ ആദ്യ മഹത്തായ പടിയായിരുന്നു മെസോപ്പൊട്ടേമിയ. പിന്നെ എല്ലാവരും മറക്കാതെ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ്.